Hi students, welcome back to our biology class. Today we will study 7th chapter of class 8 biology. Okay, that is conservation of plants and animals. Okay, this is your 7th chapter, conservation of plants and animals. In this chapter we are discussed about deforestation and what are the consequences of deforestation and desertification and conservation of forest and wildlife sanctuaries, national parks and biosphere reserves. Okay. Deforestation and its causes. A great variety of plants and animals exist on earth. Okay. They are essential for the well-being and survival of mankind. What is deforestation? Deforestation means clearing of forest and using that land for other purpose. അതായത് ഫോറസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യുക, ഫോറസ്റ്റ് വെട്ടി നശിപ്പിച്ച് നമ്മൾ മറ്റുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഫോറസ്റ്റിനെ നശിപ്പിക്കുക, അതിന് പറയുന്ന പേരാണ് ഡീഫോറസ്റ്റേഷൻ. Deforestation means clearing of forest and using that land for other purpose. Okay. And we know that we use this land for cultivation, procuring land for cultivation. നമ്മൾ ഡീഫോറസ്റ്റേഷനിലൂടെ ലാൻഡ് നമ്മൾ ക്ലിയർ ചെയ്യുന്ന ഫോറസ്റ്റ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫോർ പ്രൊക്യൂറിങ് ലാൻഡ് ഫോർ കൾട്ടിവേഷന് വേണ്ടി യൂസ് ചെയ്യും. ബിൽഡിംഗ് ഹൗസസ് ആൻഡ് ഫാക്ടറീസ് ബിൽഡിങ്സ് ഇതെല്ലാം നിർമ്മിക്കാനായിട്ട് നമ്മൾ ആ ലാൻഡ് ഉപയോഗിക്കും. അതുപോലെ തന്നെ മേക്കിംഗ് ഫർണിച്ചർ ഓർ യൂസിങ് വുഡ് ആസ് ഫ്യൂവൽ, അതായത് അവിടെ നിന്ന് കിട്ടുന്ന വുഡ്, ആ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന വുഡ് ഉപയോഗിച്ച് നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കും. അതുപോലെ തന്നെ യൂസിങ് വുഡ് ആസ് ഫ്യൂവലായിട്ട് നമ്മൾ ആ വുഡ് യൂസ് ചെയ്യും. ഓക്കെ. ആൻഡ് സം നാച്ചുറൽ കോസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ ചില നാച്ചുറൽ കോസസും ഉണ്ട്. ആ നാച്ചുറൽ കോസസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് നാച്ചുറൽ കോസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ ആർ ഫോറസ്റ്റ് ഫയേഴ്സ് എന്ന് പറഞ്ഞാൽ കാട്ടുതീയിലൂടെ നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ ന്യൂസ് പേപ്പറിനകത്തൊക്കെ കണ്ടതാണ്, ആമസോൺ കാടുകളിൽ കാട്ടുതീ പടരുന്നു അല്ലേ. ഇതെന്താണ്? ഇതൊരു നാച്ചുറൽ കോസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ ആണ്. നെക്സ്റ്റ് ഈസ് സിവിയർ ഡ്രോട്ട്, അതായത് വരൾച്ച. ഇതൊക്കെ നാച്ചുറൽ കോസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ ആണ്. ഓക്കെ. വാട്ട് ഈസ് ഡീഫോറസ്റ്റേഷൻ? Deforestation means clearing of forest and using that land for other purpose. Okay. And next is consequences of deforestation. Deforestation's consequences എന്തൊക്കെയാണ്? Deforestation increase the temperature and pollution level on the earth. Deforestationലൂടെ എന്ത് സംഭവിക്കുന്നു? ഭൂമിയിലെ increase the ടെമ്പറേച്ചറിൻ്റെ ലെവല് കൂടുന്നു, അതുപോലെ പൊല്യൂഷൻ ലെവല് കൂടുന്നു. ഇറ്റ് ഇൻക്രീസ് ദ ലെവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഡീഫോറസ്റ്റേഷൻ എന്തിന് കാരണമാകുന്നു? ഇറ്റ് ഇൻക്രീസ് ദ ലെവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്നതിന് കാരണമാകുന്നു. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡീഫോറസ്റ്റേഷനും കോൺസിക്വൻസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഈസ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഓൾസോ ഗെറ്റ്സ് ലോവേർഡ്. നമുക്കറിയാം ഗ്രൗണ്ട് വാട്ടർ അല്ലേ, നമുക്ക് നല്ല വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ക്ഷാമം ഉണ്ടാകും? നമുക്ക് വാട്ടർ സ്കേഴ്സിറ്റി അല്ലേ, ജലക്ഷാമം ഉണ്ടാകും. അതിന് കാരണം എന്താണ്? ഡീഫോറസ്റ്റേഷൻ അതിൻ്റെ ഒരു കാരണമാണെന്നാണ് പറയുന്നത്. ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഓൾസോ ഗെറ്റ്സ് ലോവേർഡ്. ഡീഫോറസ്റ്റേഷൻ ഡിസ്റ്റർബ്സ് ദ ബാലൻസ് ഇൻ നേച്ചർ, അതായത് നമ്മുടെ നേച്ചറിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്നതിന് ഡീഫോറസ്റ്റേഷൻ കാരണമാകുന്നു. നെക്സ്റ്റ് ഈസ് റെയിൻഫോൾ ആൻഡ് ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ വിൽ ഡിക്രീസ്, അതായത് മഴയുടെ അളവ് കുറയുന്നു അല്ലേ.
എന്തുകൊണ്ടാണ്? ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം മൂലം നമുക്ക് മഴയുടെ അളവ് ഓരോ വർഷം കുറഞ്ഞു വരുവാണ്. റെയിൻഫോൾ ആൻഡ് ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ഡിക്രീസ്, അതായത് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി, സോയിലിൻ്റെ ഫലഭൂഷ്ഠത, മണ്ണിൻ്റെ ഫലഭൂഷ്ഠത നഷ്ടപ്പെടുന്നതിനും എന്ത് കാരണമാണ്? ഡീഫോറസ്റ്റേഷൻ കാരണമാകുന്നു. ദീസ് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. ഓക്കെ. Increase the temperature and pollution level on the earth, and it increase the level of carbon dioxide in the atmosphere, and groundwater level also gets lowered. Deforestation disturbs the balance in nature, and deforestation causes deforestation that decrease the rainfall level and fertility of the soil. These are the consequences of deforestation. Okay. Next is, it increases the chances of natural calamities such as floods and droughts. ഈ ഡീഫോറസ്റ്റേഷൻ മുഖേന നാച്ചുറൽ കലാമിറ്റീസ്, നമുക്കറിയാം പ്രകൃതി ദുരന്തങ്ങൾ അല്ലേ? കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് പ്രളയം ഉണ്ടായി. അതിൻ്റെ കാരണം എന്താണ്? ഡീഫോറസ്റ്റേഷൻ മൂലമാണ് ഈ നാച്ചുറൽ കലാമിറ്റീസായ ഫ്ലഡ്സും ഡ്രോട്ട്സും വരൾച്ചയും പ്രളയവും ഒക്കെ ഉണ്ടാകാൻ കാരണം ഡീഫോറസ്റ്റേഷനാണ്. ഓക്കെ. സോ ഡീഫോറസ്റ്റേഷൻ ഓൾസോ കോസ് ഗ്ലോബൽ വാർമിംഗ്. നമുക്കറിയാം ഫോട്ടോസിന്തസിസിൽ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള ഗ്യാസ് ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ഗ്യാസാണ് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ളത്. പക്ഷേ പ്ലാന്റ്സിൻ്റെ ലെവൽ കുറയുമ്പോഴത്തേന് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടും അല്ലേ? സോ ഇറ്റ് ഇൻക്രീസ് ദ ലെവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഇറ്റ് കോസ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിങ്ങിന് എന്താണ് കാരണമാകുന്നത്? കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടും. കാരണം എന്താ? ഫോട്ടോസിന്തസിസ് നടക്കാൻ ആവശ്യമായിട്ടുള്ള പ്ലാന്റ്സ് ഇല്ല. അതുകൊണ്ട് കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടും. ഈ അളവ് കൂടുന്നത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഡ്രോട്ട്. ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രോട്ട്സ്, the increase in the temperature on the earth disturbs the water cycle and may reduce rainfall. This could cause droughts. ഡ്രോട്ട്സ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിൻ്റെ അളവ് കൂടുന്നതിലൂടെ the increase in temperature on the earth disturbs the water cycle. നമുക്കറിയാം വാട്ടർ സൈക്കിളിനെ ഈ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേന് എന്താണ്? ഇവാപ്രേഷൻ റേറ്റും കൂടും അല്ലേ? ഇറ്റ് ഡിസ്റ്റർബ്സ് ദ വാട്ടർ സൈക്കിൾ ആൻഡ് മേ റെഡ്യൂസ് റെയിൻഫോൾ. അപ്പോൾ ഈ റെയിൻഫോള് കുറയുന്നതിന് കാരണമാകുന്നു. റെയിൻഫോള് കുറയുന്നതുകൊണ്ട് എന്തുണ്ടാകുന്നു? ഡ്രോട്ട് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. It may reduce the rainfall. This could cause droughts. Okay. And next is desertification. What is desertification? The removal of the top layer of the soil exposes the lower hard and rocky layers. അതായത് നമുക്കറിയാം നമ്മുടെ സോയിലിന് പല ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ടോപ്പ് ലെയർ അങ്ങ് റിമൂവ് ചെയ്ത് പോകുമ്പോഴത്തേന് it exposes the lower hard and rocky layer. This soil has less humus. നമുക്കറിയാം ലോവർ ലെയറിലോട്ട് വരുമ്പോഴത്തേന് അവിടെ എന്താണ്? ഹാർഡായിരിക്കും, അതുപോലെ റോക്കി ലെയേഴ്സ് ആയിരിക്കും. ദിസ് സോയിൽ ഹാസ് ലെസ് ഹ്യൂമസ്. അവിടെ ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ വളം അല്ലേ? ഫലഭൂഷ്ഠത അത് വളരെ കുറവായിരിക്കും. ലെസ് ഫർട്ടൈൽ, അതായത് ഫലഭൂഷ്ടി, മണ്ണിൻ്റെ ഫലഭൂഷ്ടിയും ലോവർ ലെയറിൽ കുറവായിരിക്കും. And gradually the fertile and gets converted into desert. It is called desertification. അതായത് ഗ്രാജുവലായിട്ട് ഈ ടോപ്പ് ലെയർ അങ്ങ് മാറുമ്പോഴത്തേന് ലോവർ ലെയർ എക്സ്പോസ് ചെയ്യാൻ തുടങ്ങും. ലോവർ ലെയറിൽ റോക്കി ലെയർ ആയിരിക്കും, അതുപോലെ ലെസ് ഫർട്ടൈലായിരിക്കും. അങ്ങനെ ഈ ടോപ്പ് ലെയർ അങ്ങ് മാറിപ്പോയി അവിടെ പിന്നെ ഡെസർട്ടിഫിക്കേഷന് കാരണമാകുമെന്നാണ് പറയുന്നത്. ഓക്കെ. Deforestation also lead to a decrease in the water holding capacity of the soil. അതായത് നമുക്കറിയാം സോയിലിന് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഡീഫോറസ്റ്റേഷൻ ഓൾസോ ലീഡ്സ് ടു എ ഡിക്രീസ് ഇൻ ദ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. സോയിലിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയെ ഡീഫോറസ്റ്റേഷനിലൂടെ നഷ്ടപ്പെടും. അപ്പോൾ നമുക്കിപ്പോൾ വരൾച്ച ഉണ്ടാകാൻ കാരണം എന്താണ്? deforestation. Deforestation also leads to a decrease in the water holding capacity of the soil. Okay, these are the consequences of deforestation. Next is conservation of forest and wildlife. Okay,
conservation of forest and wildlife. First is biosphere reserve. Okay, biosphere is a part of the earth in which living organism exist or which support life. Biosphere എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസം നിലനിൽക്കുന്ന ആ ഒരു എർത്തിൻ്റെ ഭാഗമാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓർ ബയോഡൈവേഴ്സിറ്റി റിഫേഴ്സ് ടു ദ വെറൈറ്റി ഓഫ് ഓർഗാനിസം എക്സിസ്റ്റിംഗ് ഓൺ ദ എർത്ത്. Their interrelationship and their relationship with the environment is called biological diversity or biodiversity. നമുക്കറിയാം നമ്മുടെ ഈ ഭൂമിയിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് ഉണ്ട് അല്ലേ. ഈ ഓർഗാനിസംസ് തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പും ആൻഡ് ഈ ഓർഗാനിസംസും ഇതിൻ്റെ എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ടു പ്രൊട്ടക്റ്റ് അവർ ഫ്ലോറ ആൻഡ് ഫോണ, അതായത് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞാൽ തരുലതാദികൾ ആൻഡ് ദെയർ ഹാബിറ്റാറ്റ്. പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആർ കോൾഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ് ആൻഡ് ബയോസ്ഫിയർ റിസർവ്സ്. അപ്പം നമുക്ക് ഈ പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ 3 തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ് and biosphere reserve. Okay, first one is wildlife sanctuary, the area where animals are protected from any disturbance to them and their habitat. അതായത് ഒരു ലാർജ് ഏരിയയിൽ ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിൻ്റെ ഹാബിറ്റാറ്റിനോ ഒരു ഡിസ്റ്റർബൻസും വരാതെ കൊണ്ട് തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. The area where animals are protected from any disturbance to them and their habitat. This is called a wildlife sanctuary. Next is national parks. Areas reserved for wildlife where they can freely use the habitat and natural resources. അതായത് ഒരു ലാർജ് ഏരിയയിൽ ആനിമൽസിനെ ഒരു ഫോറസ്റ്റ് തന്നെ എന്ന് പറയാം, ആ ഫോറസ്റ്റോട് കൂടി ദ ഏരിയാസ് റിസർവ്ഡ് ഫോർ വൈൽഡ് ലൈഫ് വെയർ ദേ ക്യാൻ ഫ്രീലി യൂസ് ദ ഹാബിറ്റാറ്റ്. അതായത് ഈ ആനിമൽസിനെല്ലാം തന്നെ അവയുടെ ഹാബിറ്റാറ്റിലൂടെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ നാച്ചുറൽ റിസോഴ്സസും അതിൻ്റെ ഹാബിറ്റാറ്റും ഒക്കെ ഈ ആനിമൽസിന് ഒരു ലാർജ് ഏരിയയിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനാണ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാം ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, ആ ഫോറസ്റ്റ് തന്നെ അതേപടി എന്താണ് ഒരു നാഷണൽ പാർക്കായിട്ട് മാറുക. അപ്പോൾ ഈ ആനിമൽസിൻ്റെ അതിൻ്റെ ഹാബിറ്റാറ്റ് അതിൻ്റെ നാച്ചുറൽ റിസോഴ്സസും ഒക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഈസ് ബയോസ്ഫിയർ റിസർവ്, ലാർജ് ഏരിയാസ് ഓഫ് പ്രൊട്ടക്റ്റഡ് ലാൻഡ് ഫോർ കൺസർവേഷൻ ഓഫ് വൈൽഡ് ലൈഫ്, പ്ലാന്റ് ആൻഡ് ആനിമൽ റിസോഴ്സസ് ആൻഡ് ട്രഡീഷണൽ ലൈഫ് ഓഫ് ദ ട്രൈബൽസ് ലിവിങ് ഇൻ ദ ഏരിയ. ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാലും ഒരു ലാർജ് ഏരിയ ആണ്, ലാർജ് ഏരിയ ഓഫ് പ്രൊട്ടക്റ്റഡ് ലാൻഡ്, അതായത് ഒരു ലാർജ് ഏരിയ ഓഫ് ലാൻഡ് യൂസ്ഡ് ഫോർ കൺസർവേഷൻ ഓഫ് വൈൽഡ് ലൈഫ്, പ്ലാന്റ് ആൻഡ് ആനിമൽ റിസോഴ്സസ്. ഇതൊക്കെ കൺസർവ് ചെയ്യാനായിട്ട് ഒരു ലാർജ് ഏരിയ, ഒരു ലാർജ് പ്രൊട്ടക്റ്റഡ് ഏരിയ യൂസ് ചെയ്യുന്നു. അതിലൂടെ നമുക്ക് അവിടുത്തെ ട്രഡീഷണൽ ലൈഫ്, ട്രൈബൽസിൻ്റെ ലൈഫും ട്രഡീഷണൽ ലൈഫ് ഓഫ് ദ ട്രൈബൽസ് ലിവിങ് ഇൻ ദ ഏരിയ, അതിലൂടെ നമുക്ക് അവിടുത്തെ ട്രഡീഷണൽ ലൈഫ്, ട്രൈബൽസിൻ്റെ ലൈഫും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്ക് ആൻഡ് ബയോസ്ഫിയർ റിസർവ്സ്. These are very important. This much for today. You study well. We will meet in the next class. Thank you.